സംസ്ഥാന സമ്മേളനത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ കയ്യൂരിൽ നിന്ന് തുടങ്ങുകയാണ്. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, ജാഥ ലീഡർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന് പതാക കൈമാറും. വിവരങ്ങളുമായി സിജു കണ്ണനാണ് കയ്യൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കയ്യൂർ എന്ന് പറയുന്നത്. രക്തസാക്ഷികളുടെ അമരസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണ്. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് പതാക ജാഥ തുടങ്ങുകയാണ്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ഇന്ന് കയ്യൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. രക്തസാക്ഷികളുടെ അമരസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് പതാക ജാഥ പുറപ്പെടുമ്പോൾ അതിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. മനു, തീർച്ചയായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്വത്തിനുമെതിരായ ശക്തമായ പോരാട്ടം നടത്തിയ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കാകെ തന്നെ ആവേശമായ കയ്യൂരിൽ നിന്നാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക കൊണ്ടുപോകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് പതാക ജാഥ ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുന്നത്. വൈകുന്നേരം CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ പതാക ജാഥ ഉദ്ഘാടനം ചെയ്യും. M. സ്വരാജാണ് ഈ പതാക ജാഥയുടെ ക്യാപ്റ്റൻ. വത്സൻ പനോളി ജാഥ മാനേജർ. K. അനുശ്രീയാണ് ഈ മുഴുവൻ സമയം ജാഥയിലുള്ള മറ്റൊരാൾ. വൈകുന്നേരം 4 മണിക്ക് ബാൻഡ് മേളങ്ങളുടെയും അതോടൊപ്പം തന്നെ ചുവപ്പ് വളണ്ടിയർമാരുടെയും അകമ്പടിയോടെയായിരിക്കും ഈ ജാഥ പ്രയാണം തുടങ്ങുന്നത്. അതിനു മുമ്പായി തേജസ്വിനിക്കരയിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം രക്തസാക്ഷി നഗറിൽ വെച്ചായിരിക്കും ഈ പതാക കൈമാറുന്നത്. പിന്നീട് ചുവപ്പ് വളണ്ടിയർമാരുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ജാഥ പ്രയാണം തുടങ്ങും. മുഴക്കോത്താണ് ആദ്യ സ്വീകരണം, അതിനുശേഷം ചെറുവത്തൂർ സ്വീകരണം, പിന്നീട് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ പൊതുയോഗമുണ്ട്. ഈ പൊതുയോഗ സ്ഥലത്തേക്ക് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളെത്തി കണ്ണൂർ ജില്ലയിലേക്ക് ജാഥയെ സ്വീകരിക്കും. അതിനുശേഷം വൈകുന്നേരം പയ്യന്നൂരിലാണ് ആദ്യ ദിവസത്തെ പ്രയാണത്തിൻ്റെ സമാപനം. അതിനുശേഷം നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങും. ഏതായാലും 24ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ ആവേശവും ആരവുമെല്ലാം ഉയർത്തിക്കൊണ്ടാണ് പതാക ജാഥ ഇന്ന് കയ്യൂരിൽ നിന്ന് പ്രയാണം ആരംഭിക്കാനിരിക്കുന്നത്. മനു, ശരി, കയ്യൂരിൽ നിന്ന് പതാക ജാഥ പ്രയാണം തുടങ്ങുകയാണ്. ഏറ്റവും ആവേശകരമായ ഒരു മുഹൂർത്തമാണ് സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ച്, CPIM-നെ സംബന്ധിച്ച്, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ന് കയ്യൂരിൽ കാണാൻ വേണ്ടി പോകുന്നത്. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കയ്യൂരിൽ നിന്ന് പതാക ജാഥ തുടങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ, ജാഥ ലീഡർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന് പതാക കൈമാറിയാണ് ഇന്ന് യാത്ര തുടങ്ങുന്നത്. പിന്നീട് വിവിധ ജില്ലകളിലൂടെ കടന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയായ കൊല്ലത്തേക്ക് എത്തും. അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം.